വല്ലാത്ത ക്ഷീണത്തിലാണ്. ശരീരം മുഴുവനും വല്ലാത്ത വേദന, തലവേദന. എന്താ ചെയ്യുക? വല്ലാത്ത ശരീരം വേദന. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇതെൻ്റെ ശരീരമാണല്ലേ. എൻ്റെ ശരീരത്തിന് എൻ്റെ ശരീരം ആണെങ്കിൽ നമ്മൾ അതിൻ്റെ പുറത്ത് അവകാശം ഉണ്ടാക്കിയെടുക്കണം. സാവകാശം അതിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് കാരണം എന്താണെന്ന് പരിശോധിച്ച് സാവകാശം അതിനെ നമ്മളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ പല പ്രശ്നങ്ങളുണ്ടാകും. കാരണം നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന ശരീരമല്ല. നാട്ടുകാരും വീട്ടുകാരും ഒരു സമൂഹം ഇങ്ങനെ പല ആൾക്കാർ അവകാശം ഇതിനകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പല രോഗങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ പല ആൾക്കാർ വേണം നമ്മളെ നോക്കാനായിട്ട്. നമുക്ക് മാത്രം നമ്മളെ നോക്കാൻ പറ്റത്തില്ല. നമ്മൾ നോക്കി ഇത് വൃത്തിയാക്കി സാവകാശം നമ്മുടെ ശരീരത്തിൻ്റെ പുറത്ത് നമുക്ക് അവകാശം അധികാരം ഉണ്ടാക്കിയെടുക്കണം. ഇത് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം നമുക്ക് സ്വസ്ഥമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ രോഗമൊക്കെ വന്നുകൊണ്ടിരിക്കും. എന്തുകൊണ്ട് രോഗം വരുന്നു? രോഗത്തിനുള്ള കാരണം എന്താണ്? പരിശോധിക്കണം. പരിശോധിച്ച് അനുഭവത്തിൻ്റെ വ്യക്തതയിൽ വന്ന് അത് കൃത്യമായിട്ട് നമ്മളുടെ ശരീരമാക്കി മാറ്റണം. എൻ്റെ ശരീരമാക്കി മാറ്റണം. മനസ്സിലായി? അവനവൻ്റെ ശരീരത്തിൻ്റെ പുറത്ത് അവകാശം അധികാരം ഉണ്ടാകണം. അതിനകത്തുണ്ടാകുന്ന മാനസികമായിട്ടും ശാരീരികമായിട്ടുണ്ടാകുന്ന അനുഭവം നമ്മളാകാൻ കാരണമായിട്ടുള്ള ആ ഒരു ഞാനുണ്ടല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ഉന്മയുണ്ടല്ലോ, അതിൻ്റെ സ്വാധീനത്തിൽ കൊണ്ടുവരണമല്ല. അപ്പോഴാണ് രോഗത്തിൽ നിന്നും മറ്റുള്ള ദുരന്തത്തിൽ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെടണം. ഞാനൊരു ദിവസം ക്ലബ് ഹൗസിൽ ഒരു സ്വാമിയോട് ഞാൻ ചോദിച്ച്, ഇത് നമ്മൾ അറിയപ്പെടുന്നൊരു സ്വാമിയാണ്, ഞാൻ പേര് പറയുന്നില്ല, വേണ്ട കിടക്കട്ടെ. സ്വാമിയോട് ചോദിച്ച് രോഗം പറഞ്ഞ അതിനൂടെ മെഡിക്കൽ സയൻസ് അതൊക്കെ ഉണ്ടല്ല, അതിനൂടെ മെഡിക്കൽ സയൻസ് അതൊക്കെ. അപ്പം പിന്നെ ഇവർ ഈ വേദാന്തം അതൊക്കെ പറയണത് എന്തിനാണ്? ഒരു കഥയില്ല. നമ്മുടെ ശരീരത്തെ നമുക്ക് അവർ ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പറയുന്ന ആൾക്കാരാണ്. പക്ഷേ രോഗത്തിൻ്റെ കാരണം അവർക്കറിയത്തില്ല. പിന്നെ അതിനെന്താ കാര്യം ഇരിക്കണത്? നമുക്ക് രോഗത്തിൽ നിന്ന് മാറാൻ സാധിക്കണം അല്ലേ? നമ്മുടെ ശരീരം രോഗവിമുക്തമാകണം, നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. അതിന് ഈ നിമിഷം കഥകൾ കൊണ്ട് അത് നടക്കുകയില്ല. മനസ്സിലായ? കഥകൾ കൊണ്ട് അത് നടക്കത്തില്ല. അതുകൊണ്ട് നമ്മളെ ശ്രദ്ധിച്ച് നമ്മുടെ താല്പര്യം, നമ്മുടെ ജീവിതം നമ്മൾ തന്നെ അനുഭവിച്ച് തെളിച്ച് കൊണ്ടുവരണം. ഓക്കെ, ശരിയല്ലേ? ക്ഷീണം തീർച്ചയായിട്ടും പരിശോധിച്ച് മാറ്റിയെടുക്കണം.